ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗായിട്ടല്ല കേട്ടോ, പകരം ഒരു ഫുഡ് വ്ളോഗിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ബാംഗ്ലൂർ വൺ ഓഫ് മൈ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സ് ആയ കപ്പൂസ് കഫേയിൽ ഞാൻ പോയപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോവല്ലേ, സോ ഞാനൊരു വീഡിയോയും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ കപ്പൂസ് കഫേയിൽ പോകുന്നത്. കപ്പൂസ് കഫേ ബേസിക്കലി ഒരു ഒത്തൻറ്റിക് പഞ്ചാബി റെസ്റ്റോറൻ്റ് ആണ്. അതിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലോഗോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മൊത്തത്തിലൊരു പഞ്ചാബി മയമാണ്. ഇവർക്ക് ബാംഗ്ലൂർ തന്നെ ഓൾമോസ്റ്റ് ഒരു 18 ബ്രാഞ്ചസും കണ്ട് ബാംഗ്ലൂർ തന്നെ ഉണ്ട്. ഇങ്ങനെ ഈ പഞ്ചാബീസിൻ്റെ പെയിൻറ്റിങ്സും പഞ്ചാബി കോഡ്സും ഇതൊക്കെയാണ് അവരുടെ ഫുൾ ഡിസൈനും സെറ്റപ്പും ആയിട്ടുള്ളത്. ഈവൻ അവരുടെ സീറ്റിംഗ് തന്നെ കണ്ടില്ലേ, അതായത് ഈ ചൂരൽ കട്ടിൽ അതൊക്കെയാണ്, അതിലാണ് അവരുടെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. ഈവൻ ഡെസ്ക് ആൻഡ് ബെഞ്ച് സെറ്റപ്പും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അവരുടെ ലോഗോയൊക്കെ വെച്ചിട്ടൊരു അങ്ങനത്തെ ഒരു സെറ്റപ്പും ഉണ്ട്. ഇവിടെ ഞാൻ എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന 2 ഡിഷസാണ്, ചോലെ ഭട്ടൂരയും പിന്നെ ഫുൽക്ക റോട്ടിയും ഇതും ബിണ്ടി ഡ്രൈ മസാല സബ്ജിയും. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്കായിട്ട് ഞാൻ പനീർ ഭട്ടൂരയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. അതായത് ചോലയും പിന്നെ ഒരു ആലൂടെ സബ്ജി കാണും, സാലഡ് കാണും, റൈത്ത കാണും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പീസ് ഇങ്ങനെ നന്നായിട്ടൊന്ന് കീറി പറിച്ചെടുത്ത് ഞാൻ കുറച്ച് ആലുവൊക്കെ വെച്ച് ആലൂടെ സബ്ജിയും ചോലയൊക്കെ വെച്ച് പിന്നെ ഒരു പീസ് ഓണിയനും എടുത്ത് അത് നേരെ റൈത്തയിലൊക്കെ അങ്ങ് മുക്കി നമ്മളങ്ങോട്ട് കഴിക്കുക. എന്താ ടേസ്റ്റ് എന്നറിയോ. പിന്നെ അതിന് ശേഷം ഫുൽക്ക റോട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ സാലഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ ആ ലൈമൊക്കെ നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഫുൽക്ക റോട്ടി എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടിയാണ് കേട്ടോ അവരുണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര തിന്നാണ്, അത് നിങ്ങൾക്ക് കാണാമല്ലോ, 2 ലെയർ ഭയങ്കര തിന്നായിട്ടുള്ള റൊട്ടിയാണ്. എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഞാൻ അതും ഇതുപോലെ ഒരെണ്ണം കീറി എടുത്ത് നമ്മുടെ സബ്ജിയൊക്കെ നന്നായിട്ട് ഇഷ്ടം പോലെ സബ്ജി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുത്ത് സ്റ്റഫ് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് ഓണിയനും കൂടെ ഞാൻ അതിനകത്തേക്ക് വെച്ച്, ഓണിയൻ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്, സെപ്പറേറ്റ് ഓർഡർ ചെയ്യുന്നതല്ല കേട്ടോ. അത് നേരെ എടുത്ത് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ ആ ഓണിയൻ്റെ ക്രഞ്ചിനെസ്സും ആ ഒരു സബ്ജിയുടെ ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സൊക്കെ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഡെസേർട്ടായിട്ട് ഓർഡർ ചെയ്തത് ഗുലാബ് ജാമുൻ വിത്ത് റബ്ഡി പിന്നെ നോർമൽ ഗുലാബ് ജാമുനുമാണ്. അപ്പോൾ ഈ റബ്ഡി എന്ന് പറയുന്നത് അവർ ആക്ച്വലി ഈ മിൽക്ക് മെയ്ഡും ഖോവ പാല് അതൊക്കെ കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കുറുക്കി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. കൃത്യമായിട്ട് എനിക്കറിയില്ല. അതിൻ്റെ അത് നല്ല തണുപ്പിച്ച് എടുത്തിരിക്കുന്ന സാധനമാണ് കേട്ടോ. എന്നിട്ട് അവർ നല്ല ചൂട് ഗുലാബ് ജാമുനാണ് അതിനകത്ത് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സിസ്ലിംഗ് ബ്രൗണി വിത്ത് ഐസ്ക്രീം ഒക്കെ കഴിക്കില്ലേ, അങ്ങനത്തെ ഒരു എഫക്റ്റാണ് നമുക്കിത് കഴിക്കുമ്പോൾ. അതായത് നല്ല തണുപ്പുണ്ട് നല്ല ചൂടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എഫക്റ്റാണ്. ഞാൻ എപ്പോഴും ഇത് ഓർഡർ ചെയ്യാറില്ല, കാരണം ഭയങ്കര സ്വീറ്റാണ്. ഇത് ഒത്തിരി നാളിന് ശേഷം വരുന്നതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ഗുലാബ് ജാമുൻ തന്നെയാണ്. നല്ല ചൂടായിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. ആൻഡ് അവർ ഈ ഗുലാബ് ജാമുൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന ആ ഡോവിനകത്ത് അവർ സാഫ്രനൊക്കെ ആഡ് ചെയ്യുന്നു തോന്നുന്നു. കാരണം ഗുലാബ് ജാമുൻ നല്ല മഞ്ഞ കളറിലാണ് അത് ഇരുന്നത്. അത് ഭയങ്കര ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ വന്ന മസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നൊരു സാധനമാണ് ഈ മീഠാ പാൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ വന്ന് ഞാൻ ഇത് കഴിച്ച് കഴിയുമ്പോൾ എനിക്കൊരു കംപ്ലീറ്റ് ഫീല് കിട്ടണമെങ്കിൽ എനിക്ക് ഈ മീഠാ പാനും കൂടെ കഴിച്ചാലേ എനിക്കൊരു മീൽ കംപ്ലീറ്റ് ആയെന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് വേറൊന്നല്ല, ഇവർ ഇതിനകത്ത് നമ്മുടെ വെറ്റിലയും പാക്കും അങ്ങനത്തെ സംഭവങ്ങളൊന്നല്ല ഇതിനകത്ത് അവർ ചേർക്കുന്നത്. ഇത് മറ്റേ ഗുൽക്കണ്ടൊക്കെ ഇല്ലേ, അതായത് ഡ്രൈ റോസ് പെറ്റൽസൊക്കെ ഇങ്ങനെ വരട്ടിയെടുത്തതും പിന്നെ ടൂട്ടി ഫ്രൂട്ടി മൗത്ത് ഫ്രഷ്നേഴ്സ് പിന്നെ ആഷ് ഗോഡ് ഇതുപോലെ ഇങ്ങനെ വരട്ടിയെടുത്തതും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവർ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു സ്വീറ്റാണ്. പിന്നെ ഓരോന്നിൻ്റെയും പല പല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും. ഞാനിതിൻ്റെ വലിയൊരു ഫാനായത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഡൽഹി പോയി ഒരിക്കൽ ഈ മീഠാ പാൻ ട്രൈ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ വലിയ ഫാനായത്. അതും ഞാൻ എല്ലായിടത്തുനിന്നും ഞാനിത് കഴിക്കാറില്ല. ബാംഗ്ലൂർ ഞാൻ കഴിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കപ്പൂസ് കഫേ ആണ്. അപ്പോൾ അങ്ങനെ ഈ പാനും ഇതും കഴിച്ചു. അതോടെ എൻ്റെ ഒരു മീൽ കംപ്ലീറ്റ് ആയി. ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനലിൽ കാണുന്ന ബെൽ ബട്ടൺ നിങ്ങൾ അമർത്താൻ മറക്കരുത്. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു, ടാറ്റാ, ബൈ.